കണ്ടു മനസ്സിലാക്കേണ്ടതാണ്. കുറച്ച് കൂടുതൽ പ്ലോട്ടിലുണ്ടാകുന്ന ചില മാറ്റങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് ട്രാവലാണെന്നുള്ളത് കൂടുതൽ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണെന്ന് തോന്നുന്നു. കൂടുതൽ നമ്മൾ കേരള തമിഴ്നാട് കൾച്ചറിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു ഫാമിലി ക്ലീൻ ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് എല്ലാ രീതിയിലും. കൂടുതൽ മ്യൂസിക്കലിയാണ് നമ്മളൊരു നറേഷനും നറേറ്റീവും ഒക്കെ പോകുന്നത്. പാൻ ഇന്ത്യൻ എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി സ്റ്റോറിയുടെ വേൾഡും ആക്ച്വലി യാതൊരു രീതിയിലുള്ള കൾച്ചറൽ ബാരിയേഴ്സും ഇല്ല. എല്ലാ രീതിയിലും നമുക്ക് എവിടെയും പ്ലേസ് ചെയ്യാവുന്ന ഒരു കഥയാണ്. എല്ലാവർക്കും മനസ്സിലാവുന്ന ഇമോഷൻസ്, എല്ലാവർക്കും മനസ്സിലാവുന്ന കഥാപശ്ചാത്തലങ്ങളും കഥാപാത്രങ്ങളൊക്കെയാണ്. നമ്മുടെ പിന്നെ കേരള തമിഴ്നാട് അങ്ങനെ ഒരു മിക്സിംഗ് കൂടെ വരുന്നതുകൊണ്ടും അങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. റിലീസിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് നിലവിൽ നമ്മൾ മലയാളത്തിൽ മാത്രമാണ് റിലീസ് ചെയ്യുന്നത്. ബാക്കി OTT ബാക്കി കാര്യങ്ങൾ അതൊക്കെ നമ്മൾ സംസാരം നടക്കുന്നുള്ളൂ. തീരുമാനങ്ങൾ ഫൈനൽ ഡിസിഷൻസ് ഒന്നും ആയിട്ടില്ല. ചെറുപ്പക്കാരുടെ സ്റ്റോറീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ പുതിയൊരു അതിഥി കൂടെ ഉണ്ട് നിങ്ങളോടൊപ്പം. അതിന് ഈ ഒരു കഥ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? എൻ്റെ അടുത്ത് ആദ്യം കോവിഡിന്റെ സമയത്ത് ആണ് സുചേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെയല്ലായിരുന്നു. വളരെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് വേറൊരു പാറ്റേണിലായിരുന്നു. ഡോഗ് ഉണ്ടായിരുന്നു, വേറൊരു പാറ്റേണിലായിരുന്നു കഥയൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിങ്ങനെ മാറി റീവർക്ക് ചെയ്ത് ഇവരൊക്കെ വന്ന് ഫുൾ അത് കുറച്ചും കൂടെ വലുതായി. വേറൊരു ഈ പറഞ്ഞ പോലെ ഒരു തമിഴ്നാട് കൾച്ചർ, പോണ്ടിച്ചേരി അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കൊക്കെ വന്നു. അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഇതൊക്കെ കുറേ കൂടെ എക്സ്പാൻഡ് ആയി. അപ്പം എന്നെ സംബന്ധിച്ചോളം ആദ്യം മുതൽ ആദ്യമായിട്ടാണ് ഒരു വേറൊരു മനുഷ്യനല്ലാത്ത ഒരാളുടെ ഒപ്പം കോർട്ടിസ്റ്റ് ഒരു ഡോഗ് തന്നെ. അപ്പം അത് എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ ഇവൻ ഉണ്ടായിരുന്നു, അത് രസമായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഒരു ഡോഗും അല്ലെങ്കിൽ അതിൻ്റെ കൂടെ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഹ്യൂമൻസിൻ്റെ കൂടെ ഇന്ററാക്ട് ചെയ്യുന്ന പോലെയല്ലോ. അപ്പോൾ അത് കുറച്ച് എക്സൈറ്റിംഗ് ആയിരുന്നു. എനിക്ക് ബേസിക്കലി ഭയങ്കര പേടിയുള്ള ആളാണ് പട്ടിനെ, ഈ പടത്തിന് മുമ്പ് വരെ. പക്ഷെ ഈ പടത്തിൽ ഞാൻ തലയെ കയറ്റി എത്തിയിട്ടുണ്ട്. അപ്പോൾ അതായിരുന്നു എനിക്ക് ഏറ്റവും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഫിയർ പോയി ഡോഗ്സിനോടുള്ള. അതെ, അത് എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, പനിയൊക്കെ വന്നു അതിനിടയിൽ. അപ്പോൾ പിന്നെ അതല്ലാതെ മഴ കാരണം കുറെ ഷൂട്ട് തടസ്സപ്പെട്ടിട്ടുണ്ട്. ഒരു 10-20 ദിവസത്തോളം ഷൂട്ട് എക്സ്റ്റെൻഡ് ആയി. അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ എല്ലാവരും എന്താ പറയാ, ഡോഗിന് ആക്ച്വലി ഞങ്ങളതൊരു നാടൻ ഡോഗ് തന്നെ വേണമെന്ന് ഈ സിനിമയുടെ സ്ക്രിപ്റ്റിന് തുടങ്ങുന്ന സമയം മുതൽ ഞങ്ങൾക്ക് വലിയ നിർബന്ധം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കും എനിക്കും പ്രൊഡക്ഷനും റൈറ്റേഴ്സായിട്ടൊന്നും കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വലിയ നിർബന്ധം ഉണ്ടായിരുന്നു. മറ്റു ബ്രീഡുകളെയൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഈസിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ള ഡോഗുകളെ കുറിച്ച് ഈസിലി എല്ലാം ചെയ്യാൻ പറ്റും. നാടൻ ഡോഗിനെ സംബന്ധിച്ച് അവൻ ട്രെയിനറായി വരിക, അവനെ വെച്ച് ഇത്രയും വലിയൊരു എഫേർട്ട് എടുക്കുക, സിനിമ കാണുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മൾ അവനെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് തന്നെ വേണം. കാരണം നമ്മളെല്ലാവരും നാടൻ നമുക്ക് അവനെ ഒരു ഹീറോ ആക്കി മാറ്റണം. നമ്മളിലൂടെ ഹീറോ. അപ്പം അങ്ങനെ നമുക്ക് അവനെ വെച്ചിട്ട് തന്നെ ഈ പടം മുന്നോട്ട് കൊണ്ടുപോകാം. നമ്മൾ ഡോഗിനെയൊക്കെ നോക്കി ഒരുപാട് നടന്നു. കാരണം നാടനെ ആക്ച്വലി ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളത് ട്രെയിനേഴ്സ് പറഞ്ഞുള്ള അറിവ് വെച്ചിട്ട് അതിൻ്റെ കാര്യം അവർ പറയും കുറച്ച് ഡിഫിക്കൽട്ടാണ്. കാരണം ഇവരങ്ങനെ ഒരേ ബ്ലഡ് ലൈനിൽ ഉണ്ടാകുന്നവരല്ല, പല ബ്ലഡ് ലൈനിലുള്ളവരാണ്. റിട്രീവിങ് ഭയങ്കര കുറവാണ്. മറ്റു ലാബോ ബീഗളോ ബെൽജിയം മല്ലൻസൊക്കെ ചെയ്യുന്ന പോലെ അത്ര ഈസിലി ഇവരൊരു കാര്യം പഠിക്കില്ല. നമുക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയും അതായിരുന്നു. നമ്മളൊരു ട്രെയിനിങ്ങിനെടുത്ത് കൊടുത്തിട്ട് ഒരു 4-5 മാസം കൊണ്ട് ട്രെയിനിങ് ആയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സിനിമ നമ്മൾ ഓൾറെഡി എല്ലാം കഴിഞ്ഞു, അനൗൺസ് ചെയ്തു. പക്ഷെ ഞങ്ങൾ ഡോഗിനെ അന്വേഷിച്ച് ഒരുപാട് നടന്നു. അതിൻ്റെയൊക്കെ ഒരുപാട് കണ്ടന്റുകൾ പുറത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഡോഗിനെ അന്വേഷിച്ച് ഒരുപാട് സ്ഥലങ്ങളൊക്കെ നടന്നു. ദെൻ എൻ്റെ വീടിൻ്റെ അടുത്ത്, ഞാൻ കാക്കനാടാണ്, വീടിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ വീട്ടിലൊരു ഡോഗ് ഉണ്ടായിരുന്നു. അവനാണിത്. ഞങ്ങളവരെ കണ്ടുപിടിച്ചു, എടുത്തു. ഞങ്ങളാദ്യം ഞാനൊരു മനുവൊക്കെ ആയിട്ടാണ് നടന്നത്. ഞങ്ങൾ ഫുഡ് ക്രേസ് വേണം ഡോഗിന് ഭയങ്കരമായിട്ട്, എങ്കിലാണ് അവൻ പഠിക്കോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുമ്പോൾ ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ടാണ് പോകുന്നത്. ഓരോ ഡോഗിനെ കാണാനായിട്ട് തൃശ്ശൂരും കോട്ടയത്തും രഞ്ജിനി ഹരിദാസ് മാമൊക്കെ കുറേ കോൺടാക്ട്സ് ഒക്കെ തന്നു. ഈ നാടൻ ഡോഗിൻ്റെ ഷെൽട്ടറുകളൊക്കെ ഉള്ള സ്ഥലം,
അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ എല്ലായിടത്തും പോയി കണ്ട് ഓരോ ഡോഗിനും ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നോക്കും. പക്ഷേ ചിലത് നമുക്ക് ഇഷ്ടപ്പെട്ടതിനെ കാണും, പക്ഷെ അവർക്ക് പ്രായം കറക്റ്റ് അല്ല. നമുക്കൊരു 2.5 to 3 മാസം ഉള്ള ഡോഗിനെ കിട്ടിയാലേ നമുക്ക് ട്രെയിനഡ് ആക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ ട്രെയിനഡ് ആകില്ലെന്നാണ് ഞങ്ങളുടെ അടുത്ത് ട്രെയിനേഴ്സാണ്. ഇത് പാർത്ഥസാരഥി ഡോഗ് ട്രെയിനറാണ്, നെയ്മറെ ട്രെയിൻ ചെയ്തത് പാർത്ഥനാണ്. പാർത്ഥൻ്റെ ഗുരു ആണ് സഞ്ജയൻ സാർ. സഞ്ജയൻ സാർ എക്സ് മിലിറ്ററി ആണ്, 5 time ഗോൾഡ് മെഡലിസ്റ്റൊക്കെയാണ്. അപ്പോൾ അത് അപ്പോൾ അങ്ങനെ ഇവരുടെ ഒരു ഇത് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇവരോട് ചോദിച്ചിട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ ഡോഗിൻ്റെ അന്വേഷണം നടന്ന് ഞങ്ങൾക്കൊരു 3 മാസം പ്രായമുള്ള സമയത്ത് എടുത്ത് കൊടുത്തു. പാർത്തൻ്റെ കയ്യിൽ കൊടുത്തു. കോയമ്പത്തൂരായിരുന്നു ട്രെയിനിങ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ എല്ലാ ആഴ്ചയിലും പോയി സ്ക്രിപ്റ്റ് കൊടുക്കും, കഥ ഫുള്ള് നരേറ്റ് ചെയ്ത് കൊടുക്കും. എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ പോയി ട്രെയിനിങ് കാണും. ആദ്യം 1 മാസം ഇവന് ഫുഡ് ക്രൈസ് ഉണ്ടോയെന്ന് അറിയാനുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇവൻ്റെ ഒരു ആക്ടിവിറ്റീസ്, ഇവൻ്റെ ഒരു റൂട്ടീനൊക്കെ വേറെ ആയിരുന്നു മൊത്തത്തിൽ ഇവന്മാരുടെ. അപ്പോൾ അതൊക്കെ മാറി പിന്നെ ആൾ കംപ്ലീറ്റ്ലി നമ്മളുടെ അണ്ടർ കൺട്രോളിലേക്ക് ആയി. പിന്നെ അവനങ്ങനെ ട്രെയിനഡായി കംപ്ലീറ്റ്. നാടൻ ഡോഗിനെ വെച്ചിട്ട് ത്രൂഔട്ടൊരു സിനിമ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ റിസർച്ച് ചെയ്തതിൽ എൻ്റെ വിശ്വാസം കേട്ടോ. ഞാൻ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ കാണാത്തതാണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അതാണ് എൻ്റെ ഒരു ഇത്. നെയ്മറിൻ്റെ കഥയാണ്. നെയ്മർ വന്നതിന് ശേഷം ഇവരുടെ ലൈഫിലുണ്ടാവുന്ന മാറ്റങ്ങളും ബാക്കി ഇവരുടെ കൂടെയുള്ള കുട്ടിയേട്ടനും ഷമീൻ തിലകൻ, ജോണി ആന്റണി അവരുടെയൊക്കെ ലൈഫിലുണ്ടാകുന്ന ഇവരുടെ ഇടയിലേക്ക് നെയ്മർ വരുമ്പോഴും അതുമായിട്ടുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളും അത് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ് ഈ സിനിമ. ഈ സിനിമയുടെ VFX ചെയ്യുന്നവർ പറയുന്നത് ഒരു വലിയൊരു അവാർഡിന് ചാൻസ് ഉള്ള ഒരു ഫിലിം തന്നെയാണ് നെയ്മർ എന്നുള്ളത്. കാന്താര പോലൊരു ഫിലിം ചെയ്ത അത്ര വലിയ പാൻ ഇന്ത്യൻ പടം ചെയ്തത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞു മലയാളത്തിൽ ഒരു ബെസ്റ്റ് അവാർഡിന് കിട്ടുന്ന ഒരു ചാൻസ് നെയ്മറിനുണ്ട്. അത്രയ്ക്കും വലിയൊരു സർപ്രൈസ് എലമെന്റ്സ് ഈ സിനിമയിലുണ്ടെന്ന് പറയാമോ? ശരിയാണോ? ശരിയാണ്. നിങ്ങൾ ശരിയാണ്. അവര് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയാണ്. വേറെ ഒന്നല്ല. VFX ഉണ്ട് സിനിമയിൽ. VFXന് വലിയ പ്രാധാന്യമുണ്ട്. അത് സെക്കൻഡ് ഹാഫിലേക്കൊക്കെ വരുമ്പോഴേക്കും നമുക്കത് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കാന്താരയൊക്കെ ചെയ്ത പോലത്തെ ഒരു VFX ടെക്നീഷ്യൻസിന് നമ്മൾ ചൂസ് ചെയ്യാനും കാര്യം. കാരണം ഈ സിനിമ ഒരു ഡിപ്പാർട്ട്മെന്റിലും ഈ സിനിമാസിനെ സംബന്ധിച്ച് എനിക്ക് തന്നിരിക്കുന്ന ടെക്നീഷ്യൻസ് എല്ലാം ഹൈലി ടാലന്റഡ് ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ സ്കോർ ചെയ്യുന്ന ഷാൻ റഹ്മാൻ മ്യൂസിക് ചെയ്യുന്ന ഷാൻ റഹ്മാൻ ആണെങ്കിലും, ഗോപി ചേട്ടനാണെങ്കിലും, നൗഫൽ അബ്ദുള്ള എഡിറ്റർ ആണെങ്കിലും, വിഷ്ണു ശ്രീശങ്കർ സൗണ്ട് മിക്സ് ചെയ്യുന്നവരാണെങ്കിലും, VFXന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഒരു വിധത്തിലും നമ്മൾ എങ്ങും ഒരു കോംപ്രമൈസ് ചെയ്യാത്ത ടെക്നീഷ്യൻസിൽ തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെയാണ്. അവർക്കടെ അവാർഡിൽ പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമ്മളെന്തിനാ പറയുന്നത് ഇരിക്കട്ടെ. ഭയങ്കര പ്രോസസ്സാണ്. പ്രേക്ഷകർ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് പറയാനുള്ളത്? ഫിലിം തിയേറ്ററിലേക്ക് വരുമ്പോൾ തന്നെ ഉൾപ്പെടെ നിങ്ങൾക്ക് എന്താണ് ആ ഒരു കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് പ്രേക്ഷകർ പറയാൻ? ഈ 2 പടങ്ങളും തണ്ണീർമത്തനായാലും ജോയാലും ഞങ്ങൾ 2 പേരും മാത്രം ഉള്ളത് കൊണ്ടല്ല ആ പടം ഹിറ്റായത്. ബാക്കി എല്ലാവരും ആ പടം അല്ലെങ്കിൽ അതിലത്തെ കണ്ടന്റ് അത്രയും ഫ്രഷ് ആയതുകൊണ്ടാണ് ഹിറ്റായത്. അപ്പോൾ ഇതും ഞങ്ങൾക്കും അതുപോലെ ഭയങ്കര പ്രതീക്ഷയുള്ളൊരു ടീമാണ്, ക്രൂ ആണ്. അപ്പോൾ ഞങ്ങൾ പടം കണ്ടതാണ്, ഞങ്ങൾക്കും വർക്കാണ്. അതല്ല, ഞങ്ങൾക്കും വളരെ പ്രതീക്ഷയുള്ള പടമാണ്. അപ്പോൾ അത് തിയേറ്ററിൽ വന്നാലേ അത് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങളും നോക്കി കാണുകയാണ്. ഇതിനു മുമ്പ് 2 ആൾ അഭിനയിച്ച പടങ്ങളിൽ നിങ്ങൾ പെടുന്ന സിറ്റുവേഷൻ അതിനൊത്ത് പോവായിരുന്നു. ഇതിൽ അവന്റെ പുറകെ ഓടാണ്. തീർച്ചയായിട്ടും അതെ. ഓട്ടത്തിനെ എക്സ്പീരിയൻസ് അത്യാവശ്യം നല്ലോണം ഓടിയിട്ടുണ്ട്. ഇപ്പൊ കഥയിലാണേലും അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണേലും നമ്മൾ ആക്ച്വലി ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇവന്റെ ഒരു ബെസ്റ്റ് ടേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇവൻസ് നമ്മുടെ ബെസ്റ്റ് അല്ലെങ്കിലും അത് അവന്റെ ബെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ മോശമാണേലും മോശമാണെന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇവൻസ് കഥയുടെ ഒരു പോക്കും അങ്ങനെയാണ്. ഇവനെ ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മള് പൊക്കോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അപ്പോ രസമായിരുന്നു ആക്ച്വലി.
ചില സമയത്തൊക്കെ ദേഷ്യം വരും, ഭയങ്കരമായിട്ട് നമ്മുടെ പേഷ്യൻസിനെ ഇത് ചെയ്യും. പക്ഷെ ഭയങ്കര രസമായിട്ട് ചെയ്യും. ഇച്ചിരി സമയം എടുത്താൽ പോലും ഔട്ട് ഭയങ്കര പടം കണ്ടപ്പോഴാണേലും ഇപ്പൊ ചില സീനൊക്കെ ഉണ്ട്, ഞാൻ മറ്റേ കഷ്ടപ്പെട്ട അഭിനയിച്ച് ഇത് ചെയ്യുമ്പോ മറ്റേ ഒരു ലുക്കിലൊക്കെ ആ സീൻ ഫുൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര നെയ്മർ ഭയങ്കര വർക്കാണ് പടത്തിൽ. അപ്പൊ എനിക്ക് നിങ്ങൾക്കും അത് കണക്ട് ആവുമെന്ന് വിശ്വസിക്കുന്നു. മാത്യു, ഇപ്പൊ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ തന്നെ ഒന്നിനൊന്നിനെ നല്ല ഒന്നെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് കഥാപാത്രങ്ങൾ, അതിൽ നിന്ന് ഇച്ചിരി മെച്ചുവേർഡ് ആയിട്ട് ക്രിസ്റ്റി എന്നൊരു ഇപ്പൊ ലിയോയിലുണ്ട്. വലിയ കരിയർ നല്ല രീതിയിൽ ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ നെയ്മറിലേക്ക് വരുമ്പോ ക്യാരക്ടർ ചെയ്യുന്ന ഒരു പിന്നെ പഴയ ഒരു ട്രാക്കിലോട്ട് തന്നെ അങ്ങനത്തെ പഴയ ടൈപ്പ് ക്യാരക്ടർ തന്നെയാണോ വരുന്നത്, അതോ? എനിക്കറിയില്ല, ഞാൻ ഇഷ്ടമുള്ള സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഞാനങ്ങനെ അതെ, എന്റെ പ്രായത്തിലും എന്റെ ക്യാരക്ടേഴ്സും പരിപാടികളൊക്കെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിങ്ങനെ തിരിച്ച് അതിട്ട് പോകണം അല്ലെങ്കിൽ അത് ചെയ്യാൻ തിരിക്കണം എന്നൊന്നും ആലോചിക്കാറില്ല. നെയ്മർ എന്റെ ക്യാരക്ടറിനൊക്കെ ഉപരി എനിക്ക് പടം എൻറ്റയർലി ഭയങ്കര ഇഷ്ടമായി. ഞാനപ്പൊ എന്റെ ക്യാരക്ടർ എന്താണോ എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ പടം എങ്ങോട്ടാ പോകുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോ കൂടുതൽ നമ്മളിപ്പോ ഇവരായിട്ട് സംസാരിക്കുമ്പോഴായാലും ചേട്ടനായിട്ടും അല്ലെങ്കിൽ റൈറ്റേഴ്സായിട്ട് സംസാരിക്കുമ്പോഴായാലും നമ്മള് എന്റെ ക്യാരക്ടർ എന്താ എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നല്ല കൂടുതൽ സംസാരിക്കുന്നത്. ഈ ഡോഗ് എങ്ങനെയാ പോകുന്നത്, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ ഡോഗാണ് പടത്തിന്റെ കോറ്. ബേസിക്കലി ഞങ്ങളൊക്കെ മറ്റേ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ് ആണ്, ഡോഗാണ് പടത്തിലെ ഹീറോ. അപ്പോൾ അതാണ് എന്നെ എക്സൈറ്റ് ചെയ്യിച്ചത്. ഈ ക്രിസ്റ്റിയുടെ കാര്യം പറയുമ്പോൾ അത് OTT റിലീസ് ആയതിനു ശേഷം താങ്കളുടെ കുറച്ച് സീൻസ് ഒക്കെ കുറച്ച് ട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അല്ല, ട്രോൾസ് ഞാൻ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെ ഞാൻ എടുക്കുന്നത്. എനിക്ക് അങ്ങനെ ഭയങ്കര എഗൻസ്റ്റ് ആയിട്ടുള്ള ട്രോൾസ് ഒന്നും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ അതിന്റെ ശരിയാക്കാൻ എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നിയോ ട്രോൾസ് ഒക്കെ കണ്ടപ്പോൾ? അഭിനയത്തിൽ ശരിയാക്കാനുണ്ട്, അതും എനിക്ക് എല്ലാ പടം കഴിയുമ്പോഴും തോന്നാറുണ്ട്. എനിക്ക് ഞാനൊന്നും സാറ്റിസ്ഫൈഡ് അല്ല പേഴ്സണലി. എന്റെ ഇതാട്ടോ ഞാൻ പറയുന്നത്, ഡെഫിനറ്റ്ലി ബെറ്റർ ആക്കാമെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ ശ്രമിക്കാറുമുണ്ട്. അറിയത്തില്ല, അറിയില്ല. ഈ നെയ്മറിന്റെ പേരെങ്ങനെയാണ്, പേരിലോട്ട് എങ്ങനെയാണ്? നെയ്മർ എന്ന പേര് ഈ സിനിമയിലേക്ക്, ഞാനും ഒരു ബ്രസീൽ ഫാനാണ്. ഞാൻ ആദ്യം മേടിച്ചത് ബ്രസീൽ ഫാൻസ് ഇതിനെ എങ്ങനെ എടുക്കും എന്നറിയാനൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ പേരാണ് ആ സിനിമക്ക് ആപ്റ്റ്. അത് എന്താണെന്നുള്ളത് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ സിനിമക്ക് നെയ്മർ എന്ന് പേരിട്ടത്, ഇവരെന്തുകൊണ്ടാണ് നെയ്മർ എന്ന് പേരിട്ടത്. ഈ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പം മെസ്സി എന്ന് ഇട്ടാൽ മതിയായിരുന്നു എന്ന് തോന്നി? ഇല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. നെയ്മർ തന്നെയാണ്. അല്ല, പേര് മാറ്റാമല്ലോ. ഇല്ല, നെയ്മർ തന്നെയാണ്. അതിലേക്ക് ആളെ പ്രാപ്തരാക്കുക എന്നുള്ളതൊക്കെ എങ്ങനെയാണ്? அது ட்ரைனிங்கில் பண்ணும்போது கொஞ்சம் ப்ரூஃபிங் சொல்லுவோம். அது ஃபெமிலியர் பண்ணுவோம், நிறைய ஆளுங்களோட வச்சு ஃபெமிலியர் பண்ணியிருக்கோம். அது போக புது புது லொக்கேஷனில் வச்சு கொஞ்சம் ப்ராக்டிஸ் கொடுக்குறது. பட் இருந்தாலும் இவன் வந்து ஒரு பயந்த சுபாவம் உள்ள ஒரு டாகு. அப்போ சில நேரம் ஷூட்டிங்லேயுமே கொஞ்சம் மூடு இல்லாமல் பயந்துட்டு போவான். ஸோ அப்போ நம்ம ஃப்ரீயாக விட்டுருவோம். ஃப்ரீயாக விட்டுட்டு கொஞ்சம் அப்போ எப்போ டைம் கிடைக்குதோ அந்த டயத்தில் இவன் எடுத்து இவன் அப்போ ஆக்டிவாக இருக்கணும், அந்த டயத்தில் தான் நாங்கள் எடுத்து ஷூட்டிங்கில் போடுவோம். കംഫർട്ടബിൾ ഏത് ക്യാരക്ടർ ചെയ്യാനാണ്? ഒരു ആക്ടർ എല്ലാ ക്യാരക്ടർ ചെയ്യാൻ കംഫർട്ടബിൾ ആണ്. മാത്യൂസിന് എന്താ തോന്നിയിട്ടുള്ളത്? ഏത് ക്യാരക്ടർ ചെയ്യുമ്പോൾ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള തോന്നിയിട്ടുള്ളത്? ഏത് ഇമോഷൻ ചെയ്യുമ്പോഴാണോ അതിന് ബാക്കിയുള്ള? എനിക്ക് അങ്ങനെയല്ല, അത് ടീം അനുസരിച്ചിരിക്കും. നമ്മൾക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൂടെ അതിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ അതിന്റെ DOP, റൈറ്റേഴ്സ്, അപ്പൊ ഇവരെങ്ങനെയാണ് നമ്മളെ കംഫർട്ടബിൾ ആക്കുന്നത്, അല്ലെങ്കിൽ ആ സീൻ പറഞ്ഞു തന്നെ. ഇപ്പൊ നമ്മൾ ഭയങ്കര കംഫർട്ടായിട്ടുള്ള ഒരു ആൾക്കാരുടെ കൂടെയാണ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ സീനും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. കാരണം അവരത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡൗട്ട്സിനെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു നല്ല ടീം അല്ലെങ്കിൽ നമുക്ക് ഈ ഡൗട്ട്സ് ഉണ്ടാവും, നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാവാറുണ്ട്. അപ്പൊ ചില സമയങ്ങളിൽ അപ്പൊ അതിപ്പോ ഏത് തരം, ഇപ്പൊ കോമഡി ആണെങ്കിലും ഇമോഷൻ ആണെങ്കിലും ദേഷ്യമാണെങ്കിലും
അപ്പൊ നമ്മൾ ആ ഡിസ്കംഫർട്ടിൽ നിന്ന് എന്ത് ചെയ്താലും അത് വളരെ മോശമായിട്ട് തന്നെ ആ ഡിസ്കംഫർട്ട് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ആവും. അപ്പൊ ദൈവം സഹായിച്ച് വർക്ക് ചെയ്തേക്കുന്ന ഓൾമോസ്റ്റ് എല്ലാം നല്ല ടീം, നല്ല ആൾക്കാരാണ്. അപ്പൊ എനിക്ക് അങ്ങനെ കുറെ ഒന്നും ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ടീമാണ് അതിന്റെ ഒരു അതെ അതെ. അല്ല, എനിക്ക് പേടി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ചെല്ലുമ്പോൾ അവരുടെ ഒപ്പം ലോകേഷ് സാറിന്റെ ഒപ്പം സംസാരിക്കുമ്പോൾ മുതലൊക്കെ ഞാൻ എന്റെ ഡിഫിക്കൽട്ടീസ് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. എനിക്കിപ്പോ തമിഴ് അറിയില്ല, അത് ഞാൻ കോൺസ്റ്റന്റ്ലി പറയുന്നുണ്ടായിരുന്നു അവരുടെ അടുത്ത്. അപ്പൊ ലോകേഷ് അത് ഭയങ്കര ഈസി ആയിട്ട് അതിനുള്ള സമയം തരുന്നുണ്ട്. അപ്പൊ ആദ്യം മുതലേ ആ കംഫർട്ട് തരുന്നുണ്ടായിരുന്നു. അല്ല, ഈവൻസ് ഇപ്പൊ സെറ്റിൽ ആണെങ്കിൽ പോലും ആ കംഫർട്ട് ഉണ്ട്. ഭയങ്കര ഈസിയാണ് നമുക്ക് വർക്ക് ചെയ്യാൻ. അടിപൊളിയാണ്, രസമായിട്ട് പോകുന്നു. അല്ല കുറച്ച് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ടുള്ള പരിപാടി. വിജയ് സാറായിട്ടുള്ള എക്സ്പീരിയൻസ് അടിപൊളിയാണ്. അത്രേ ഉള്ളൂ. ഞാൻ കൂടുതൽ എന്ത് പറയുന്നു, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സെറ്റിലെ ഏജ് കുറഞ്ഞത്. അല്ലല്ല, എനിക്കൊരു അനിയത്തി ഉണ്ട് ഇവിടുത്തെ, EL എന്ന് പറഞ്ഞിട്ട്. EL ആണ് ഏറ്റവും യങ്ങസ്റ്റ് സെറ്റിൽ. ഡയറക്ടറാണ്. അപ്പം ഇതിന് മുമ്പ് ചെയ്ത പടങ്ങൾ കാമുകി ആയാലും ശരി, ഓപ്പറേഷൻ ജാവ, അതൊരു രണ്ട് ജോണറാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഓപ്പറേഷൻ ജാവ എന്നൊരു ചിത്രമാണ്. അതിനുശേഷം അത് വളരെയധികം എന്താ പറയുക, സൊസൈറ്റിയിലായാലും പോലീസുകാരുടെ അതൊക്കെ വളരെ ചർച്ച ചെയ്ത ഒരു സബ്ജക്റ്റ് ആയിരുന്നു. നെയ്മർ എന്ന ചിത്രം എന്താണ് ഇങ്ങനെ ഒരു എല്ലാ ഡിഫറെന്റ് ജോണേഴ്സ് അങ്ങനെ? അല്ല, അത് എൻ്റെ സിനിമ അല്ല അതൊന്നും. ഞാൻ ബേസിക്കലി ഞാൻ എഡിറ്ററായിട്ടാണ് വരുന്നത്. ഞാൻ എന്ന് പറഞ്ഞല്ല. അപ്പോൾ അതൊക്കെ വേറെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്ത സിനിമകളാണ്. ഞാൻ ജില്ല എന്ന് പറഞ്ഞ സിനിമയുടെ അസിസ്റ്റന്റ് എഡിറ്റർ ആയിരുന്നു. ഞാൻ അവിടെ നിന്നാണ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജില്ല, ശേഷം ഗപ്പി, സ്റ്റൈല്, അമ്പിളി, ഹാപ്പി വെഡ്ഡിങ്, ഈ പറഞ്ഞ പോലെ കാമുകി, ഓപ്പറേഷൻ ജാവയിൽ കോ ഡയറക്ടർ ആയിരുന്നു. അപ്പോൾ എനിക്ക് എഡിറ്റിംഗ് ബാക്കപ്പാണ് എനിക്ക് കൂടുതലുള്ളത്. ഞാൻ എഡിറ്ററായിട്ടാണ് എൻ്റെ കരിയറിൽ 10 വർഷമായിട്ട് ഞാൻ എഡിറ്റിംഗ് അസിസ്റ്റന്റ്, സ്പോട്ട് എഡിറ്ററായിട്ടാണ് ഞാൻ ലൈഫ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്ക് നമ്മളുടേതായിട്ടുള്ളൊരു സിനിമ വേണം എന്നൊരാഗ്രഹം വന്നപ്പോൾ വേറെയും തോട്ടുകൾ നമ്മൾ ആലോചിച്ചിരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി നെയ്മർ ലോക്ക്ഡൗണിലാണ് ഈ സിനിമയെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുന്നത്. ജാവയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ ലോക്ക്ഡൗൺ ആയപ്പോഴേക്കും ഒരു കുഞ്ഞു സിനിമ എന്ന് പറഞ്ഞ് ആലോചിച്ച് തുടങ്ങിയതാണ്. കുഞ്ഞു സിനിമ ആയിരുന്നു. പിന്നെ അത് ഞങ്ങൾ ഇവരൊന്ന് മീറ്റ് ചെയ്തു. ഞാനും ആദർശം ബോൾസിൽ കൂടി ഒരു ദിവസം ഒന്ന് മീറ്റ് ചെയ്തു. പിന്നെ സിനിമ വലുതായി. അങ്ങനെയാണ് സിനിമയുടെ ഒരു ട്രാവൽ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ അവർ ബാക്കി കാര്യങ്ങൾ പറയും. ഇവരുടെ 3 സിനിമകൾ ഇറങ്ങാനുണ്ട് കേട്ടോ. നെയ്മർ തുടക്കം മാത്രമാണ്. കാതല്, RDX. നമ്മൾ വലിയ സിനിമ എന്ന് പറയുന്നതല്ല, നമ്മുടെ ക്യാൻവാസ് കുറച്ച് വലുതാണ്. എന്റർടൈൻമെന്റ് എന്നതിന് തന്നെയാണ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. കൂടുതൽ ഈ പറയുന്ന പോലെ അത് നിങ്ങൾ കണ്ടറിയേണ്ടതാണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അത് റിവീൽ ആയി പോകുമെന്ന് തോന്നുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ സുധി പറഞ്ഞ പോലെ തന്നെ, സുധി ആദ്യം കഥ പറയുമ്പോൾ അതൊരു ചെറിയ സിനിമയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പറഞ്ഞത് വലുതാക്കി. എനിക്ക് തോന്നുന്നു ഒരു 5-6 പ്രാവശ്യം അതിൻ്റെ പൊളിച്ചെഴുത്തുകൾ നടന്നിട്ടുണ്ട്. നെയ്മർ എന്ന് പറയുന്ന സിനിമ ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന ഒരു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ അതൊരു 6-7 പ്രാവശ്യം ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ അവസാനത്തെ ഡ്രാഫ്റ്റിലേക്ക് ഞങ്ങൾ എത്തുന്നത്. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എത്തിയൊരു ഒരു അവസാനത്തെ ഡ്രാഫ്റ്റ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അങ്ങനത്തെ ഒരു റൂട്ടിലേക്ക് പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പല രീതിയിൽ ഈ സിനിമയുടെ കഥ പല ടൈപ്പിലേക്കും പല ജോണറുകളിലേക്കൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ ഡിസ്കഷൻ ടൈമിൽ. അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന നമുക്കൊക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു കഥയിലേക്ക് വന്നെത്തിയത്. അതിനുശേഷമാണ് പിന്നീട് ഞങ്ങൾ പ്രൊഡക്ഷൻ്റെ അടുത്ത് ഇതാണ് നമ്മുടെ സിനിമ, ഇങ്ങനെയായിരിക്കും നമ്മുടെ സിനിമ എന്നുള്ളത് സംസാരിക്കുന്നതല്ല. നസ്ലിം മാത്യു തന്നെയായിരുന്നു ആദ്യം മുതൽ. ഇവരെ വെച്ച് തന്നെയായിരുന്നു പ്ലാൻ. അല്ല, ഒന്ന് ഇവരുടെ ഒരു കോംബോ. പിന്നെ ഈ സിനിമക്ക് നമ്മളൊരു സിനിമ വിഷ്വലി മനസ്സിൽ കാണുമ്പോൾ ഇന്ന ആർട്ടിസ്റ്റുകൾ വന്നാൽ അത് ഭംഗിയായിരിക്കും. ഷമി തിലകൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് ഫസ്റ്റ് ഈ സിനിമ ഞങ്ങൾ ഡിസ്കഷൻ നടത്തുന്ന സമയത്ത് ഷമിച്ചേട്ടൻ നമുക്ക് ഈ സിനിമയിൽ വേണം, വേറൊരു രീതിയിൽ നമുക്ക് പുള്ളിനെ ട്രീറ്റ് ചെയ്യാം, വേറൊരു കാണാത്ത രീതിയിൽ പുള്ളിനെ ഒന്ന് കൊണ്ടുവരണം, കുട്ടിയേട്ടനെ അങ്ങനെ കൊണ്ടുവരണം, ജോണി ചേട്ടനെ അങ്ങനെ വരണം. പിന്നെ ഇവരും
ഇവരിലാണ് ആദ്യം തുടങ്ങുന്നത്. ദെൻ ഇവരുടെ ഫാദേഴ്സായിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ ഈ അപ്പന്മാരായിട്ടുള്ള ആൾക്കാർ ചെറിയ മാസ് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റ് ടേസ്റ്റാണ് അതൊക്കെ. ഇപ്പോൾ ഇടുക്കി ഗോൾഡൊക്കെ പോലെ ആ ഒരു പ്രായത്തിലുള്ള ആളുകൾ കുറച്ച് മാസ് കാണിക്കുന്നത് എന്നെ പേഴ്സണലി എൻ്റർടൈൻ ചെയ്യിക്കാറുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ഇവരെ അങ്ങനെയൊക്കെ ഒന്ന് ട്രീറ്റ് ചെയ്യണം, അങ്ങനെ ഒന്ന് യൂസ് ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു ആവശ്യം ഞാനത് പ്രൊഡക്ഷനോട് പറഞ്ഞു. അപ്പോൾ അത് ഈ സിനിമാസ് ഒരു മടിയില്ലാതെ എനിക്ക് തന്ന ആർട്ടിസ്റ്റുകളായിരുന്നു. അത് തന്നെയായിരുന്നു മനസ്സിൽ, അത് തന്നെ എനിക്ക് തരുകയും ചെയ്തു. ഷമി തിലകനും ജോണി ചേട്ടനും കുട്ടേട്ടനൊക്കെ അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. മണിയമ്പിൾ രാജചേട്ടനുണ്ട്, തമിഴിൽ നിന്ന് കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെയാണ് സിനിമയുടെ കാസ്റ്റിംഗ് കംപ്ലീറ്റ് ആയത്.